കഴിഞ്ഞ ബുധനാഴ്ചയാണ് കടപ്പുറത്തെ ഒരു തട്ടുകടയിൽ നിന്ന് ഉപ്പിലിട്ടത് കഴിച്ച കുട്ടിക്ക് വായിൽ പൊള്ളലേറ്റത്. വട്ടോളി സ്വദേശിക്കാണ് പൊള്ളലേറ്റത്. തുടർന്ന് ആരോഗ്യ വിഭാഗം കട പൂട്ടിക്കുകയും ചെയ്തു. ഉപ്പിലിടാൻ നിയമം ലംഘിച്ച് ആസിഡ് ഉപയോഗിച്ചോ എന്നറിയാൻ പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. കടപ്പുറത്ത് വിവിധ ഇനം ഉപ്പിലിട്ടത് കുപ്പികളിലാക്കിയിരിക്കുന്നത് കണ്ടാൽ നാവിൽ വെള്ളം വരാത്തവരായി ആരും തന്നെയില്ല. മലയാളികൾക്കിത് പ്രിയങ്കരവുമാണ്. കോഴിക്കോട് നഗരത്തിലെ തട്ടുകടകളിലെ ഉപ്പിലിട്ട മാങ്ങക്കും നെല്ലിക്കക്കും ആരാധകരേറെയാണ്. പക്ഷേ സമീപകാലത്ത് ചില കടക്കാർ നടത്തുന്ന മായം ചേർക്കൽ എല്ലാ തട്ടുകടക്കാരെയും പ്രതിസന്ധിയിലാക്കുന്ന സ്ഥിതിയിലാണ്. 2 വർഷം മുൻപാണ് കാസർഗോഡ് നിന്നെത്തിയ സംഘത്തിലെ വിദ്യാർത്ഥികൾ ഉപ്പിലിട്ടത് വിൽക്കുന്ന കടയിലെ കുപ്പിയിൽ വെച്ച് വെള്ളമെടുത്ത് കുടിച്ച് പൊള്ളലേറ്റത്. ഉപ്പിലിട്ടത് കഴിച്ച കുട്ടി എരിവ് അനുഭവപ്പെട്ടപ്പോൾ കടയിലെ കുപ്പിയിലിരുന്ന വെള്ളമെടുത്ത് കുടിക്കുകയായിരുന്നു. വായ പൊള്ളിയതോടെ പുറത്തേക്ക് തുപ്പി. തൊട്ടടുത്ത് നിന്ന കുട്ടിക്കും പൊള്ളലേറ്റു. വീര്യം കൂടിയ വിനാഗിരി അഥവാ അസറ്റിക് ആസിഡ് ആയിരുന്നു കുപ്പിയിലുണ്ടായിരുന്നതെന്ന് അന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിരുന്നു. പല വസ്തുക്കളും ഉപ്പിലിട്ടാൽ അത് പാകമായി വരാൻ ഏറെ കാലമെടുക്കും. എന്നാൽ എളുപ്പത്തിൽ ഉപ്പ് പിടിച്ച് പാകമാകാനാണ് ആസിഡ് ചേർക്കുന്നത്. സാധാരണയായി അസറ്റിക് ആസിഡ് നേർപ്പിച്ച് പല കടക്കാർക്കും ഉപ്പിലിടാൻ ഉപയോഗിക്കാറുണ്ടെന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഉപ്പുവെള്ളം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ രുചി ലഭിക്കുന്നതും മറ്റൊരു കാരണമാണ്. സാധാരണയായി ഉപ്പുവെള്ളം ഉപയോഗിച്ച് മാങ്ങയും മറ്റും ഉപ്പിലിടുമ്പോൾ ഭരണിക്കകത്ത് വെള്ളനുരയും കലക്കവും വരാറുണ്ട്. എന്നാൽ ബാറ്ററി വാട്ടറും മറ്റും ഉപയോഗിച്ച് ഉപ്പിലിട്ടാൽ ഇതുണ്ടാവില്ലെന്നും അധികൃതർ പറഞ്ഞു. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർത്ത് വിൽപ്പന നടത്തിയതിന് 2023-24 വർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് കോഴിക്കോട്ടാണ്. സംസ്ഥാനത്ത് മൊത്തം 988 കേസുകൾ വിവിധ കോടതികളിൽ ഫയൽ ചെയ്തതിൽ കോഴിക്കോട് മാത്രം 230 കേസുകളുണ്ട്. ബീച്ചിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നാണ് ഉപ്പിലിട്ടത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ബീച്ചിൽ വരുന്നവർ എല്ലാം തന്നെ ഇതുപോലുള്ള ചെറിയ കടകളിൽ നിന്നും ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ധാരാളം ആളുകളാണ് ഇവിടെ ദിവസേന വരുന്നതും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കച്ചവടക്കാർ ഇത് പല രീതിയിലും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കച്ചവടക്കാർ ഇത് ചെയ്യുന്നത് മൂലം മറ്റ് കച്ചവടക്കാർക്ക് കൂടി ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട അവസ്ഥയിലാണ്.